ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ്, അഡോബ് XD ആണോ ഫിഗ്മ ആണോ ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാര്യം നമ്മൾ ഒരു വർഷത്തിന് മുമ്പേ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് അഡോബ് XD കുറിച്ചൊക്കെ പറയുമ്പം ഒരുപാട് ആൾക്കാർ വന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, എന്താണ് ഈ അഡോബ് XD, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വർഷം നമ്മളിങ്ങോട്ട് പിന്നിടുമ്പോഴും ഒരുപാട് കേരളത്തിലെ ഡിസൈനേഴ്സ് അഡോബ് XD മനസ്സിലാക്കി കഴിഞ്ഞു. ഒരുപാട് പേര് ആ ഒരു ഡിസൈൻ ടൂളിനെ എക്സ്പ്ലോർ ചെയ്തും കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഫിഗ്മ വന്ന് ഒരുപാട് ബൂമായി വന്ന ടൈമിൽ ഒരുപാട് കേരള ഡിസൈനേഴ്സ് ഫിഗ്മയിലേക്കും കയറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ടൂളുകളും യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വന്നിരിക്കുന്നത്. ഓക്കെ എനിവേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഏതൊരു ഡിസൈൻ ടൂൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വന്നിരുന്നാലും അതിനെ എക്സ്പ്ലോർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു ഡിസൈനറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ചില ഡിസൈൻ ടൂളുകൾ ചില വ്യക്തികൾക്ക് വളരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഡിസൈൻ മാർക്കറ്റിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ടൂളുകളെ കുറിച്ച് പറയുമ്പോൾ 2020 ഏറ്റവും മികച്ച UI ഡിസൈൻ ടൂളുകളെ കുറിച്ചുള്ള ഒരു സർവേ റിസൾട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് സമയമനുസരിച്ച് ഇതെടുത്ത് നോക്കാം. ഇതിലേക്ക് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2020 സർവേ പ്രകാരം ഫിഗ്മ ആയിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു ഡിസൈൻ ടൂൾ എന്ന് പറയുന്നത്. അതിനുശേഷം സ്കെച്ച്, അതിനുശേഷം അഡോബ് XD, പിന്നെ ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്, അഡോബ് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഇൻവിഷൻ, അക്ഷർ, ഫ്രെയിമർ, അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഡിസൈൻ ടൂളുകൾ. ഓക്കെ, പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത് വരുന്നത് ഇപ്പോൾ അഡോബ് XD, സ്കെച്ച്, ഫിഗ്മ ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ 3 ഡിസൈൻ ടൂളുകൾ തന്നെയാണ് ഇപ്പോൾ UI ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശോഭിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡോബ് XD, ഫിഗ്മ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മുടെ വിൻഡോസിലും മാക്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് രണ്ടും കൂടുതൽ ആൾക്കാർ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ. സ്കെച്ച് എന്ന് പറയുമ്പോൾ മാക്കിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്കെച്ചിനെ നമ്മൾ കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറ്റി നിർത്തുകയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറ്റി നിർത്തുമ്പോഴും നിങ്ങൾ ഓർക്കുക, ലോകമെമ്പാടും ഇപ്പോഴും ഡിസൈൻ ടൂളുകൾ എടുത്ത് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യയിൽ പോലും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ സ്കെച്ചാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രെൻഡ്സിലേക്ക് വരിക. ഗൂഗിൾ ട്രെൻഡ്സ് അറിയാമല്ലോ, trends.google എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പോർട്ടലിൽ വന്നിട്ട് നിങ്ങൾ അഡോബ് XD, ഫിഗ്മ, സ്കെച്ച് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു റിസൾട്ട് കാണാം. ഇതിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ബ്ലൂ കളർ അഡോബ് XD, ഈ റെഡ് ഫിഗ്മ, ഈ ഒരു ആംബർ കളർ എന്ന് പറയുന്നത് സ്കെച്ചുമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും, ഈ സ്കെച്ചാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഫിഗ്മ, അതിനുശേഷം ആണ് അഡോബ് XD എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞാനിവിടെ ഇന്ത്യ വെച്ചാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേൾഡ് വൈഡ് നിങ്ങൾ കൊടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നാലും ഇതുപോലെ തന്നെ കാണാം. വേൾഡ് വൈഡും സ്കെച്ച് തന്നെയാണ് ടോപ്പിൽ, അതിന് തൊട്ട് പിന്നാലെ ഫിഗ്മയുണ്ട്, അതിനുശേഷം അഡോബ് XD വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസർച്ച് നമ്മൾ മൊത്തത്തിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഈ ഒരു റിസർച്ച് എടുത്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് വൈസായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. തമിഴ്നാട്, കേരള, ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെയും സ്കെച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, പക്ഷേ സ്കെച്ച് എന്ന് പറയുന്നത് മാക്കിൽ മാത്രം വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതൊരു പ്രത്യേക കാറ്റഗറി ഓഫ് ആൾക്കാരായിട്ട് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും XDയുടെയും ഫിഗ്മയുടെയും പേരാണ് കൂടുതലായിട്ട് പ്രത്യേകിച്ചും കേരളത്തിൽ എടുത്തു പറയാറുള്ളത്. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു അറിവാണ് ഈ ഒരു ഗൂഗിൾ ട്രെൻഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും സ്കെച്ച് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡിസൈൻ ടൂളായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, എനിവേ, ഇനി നമുക്ക് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് അഡോബ് XDയും ഫിഗ്മയും കൂടെ തന്നെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും അഡോബ് XD, ഫിഗ്മയിലേക്ക് ഒന്നും കൂടെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫീഡ്ബാക്കുകളാണ് പറയുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അതെന്തായിരുന്നാലും ഓരോന്നിൻ്റെ നല്ല വശങ്ങൾ, ചീത്ത വശങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, കാര്യം ഒരു ഡിസൈൻ ടൂൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരുപോലെ ആയിരിക്കില്ല ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ചില ടൂൾസ് ഭയങ്കരമായ ഒരു ടച്ച് ആയിരിക്കും, ഭയങ്കരമായ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും ഫോട്ടോഷോപ്പ് തന്നെ ഇപ്പോഴും ഡിസൈനിങ്ങിന് വേണ്ടി UI ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ചില ടൂളുകളോട് ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഒരു അഫെക്ഷൻ വരുമ്പോഴത്തേക്ക് ആ ടൂളിൽ നിന്ന് മാറി മറ്റൊരു ടൂളിലേക്ക് പോകാനുള്ള ഒരു മടി കാണിക്കാറുണ്ട്. ചില ആൾക്കാർ ഓരോ ടൂളുകളും ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ തന്നെ അതിനെ എക്സ്പ്ലോർ ചെയ്യും. അതവർക്ക് നല്ല ഫിറ്റായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്യും. അതല്ല
അവർക്ക് ഫിറ്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർ കുറേ ആൾക്കാർ അതിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എടുത്തു പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ലോകത്തിലെ 2 പ്രധാനപ്പെട്ട ടൂളുകൾ തന്നെയാണ് എക്സ്ട്രീം, ഫിഗ്മയും എന്ന് പറയുന്നത്. കാര്യം അത്രത്തോളം ഈ 2 ടൂളുകളും വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിസൈൻ ടൂളുകളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെയാണ് സത്യാവസ്ഥ. ഓക്കെ, ഇനി ഈ ഫിഗ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിലെ ഏറ്റവും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിലെ കൊളാബറേഷൻ വർക്കാണ്. കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഫിഗ്മയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അഡോബ് എക്സ്ഡിയിലും എല്ലാം തന്നെ ആ ഫെസിലിറ്റി ഉണ്ടെങ്കിലും ഈ ഒരു കൊളാബറേഷൻ വർക്കിലാണ് ഈ ഫിഗ്മ ഇപ്പോഴും ഏറ്റവും ടോപ്പിലേക്ക് വന്ന് നിൽക്കുന്നത്. മറ്റു പ്രൈസിങ് ഡീറ്റെയിൽസുകൾ നിങ്ങൾ എടുത്ത് നോക്കിയിരുന്നാലും ഏകദേശം കമ്പയറിംഗ് തന്നെയാണ് പ്രൈസിങ് ഡീറ്റെയിൽസുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ് ക്ലൗഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് റേറ്റും കൂടെ കൂടുതൽ വരാം. അല്ല, സിംഗിൾ പർച്ചേസ് എന്ന നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഡോബ് എക്സ്ഡിയുടെയും ഫിഗ്മയുടെയൊക്കെ റേറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടർ കിറ്റ്, ഫിഗ്മയുടെ സ്റ്റാർട്ടർ കിറ്റ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പോൾ അതിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഈ ഫിഗ്മയും എക്സ്ഡിയും എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ രണ്ടും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയാം. അപ്പോൾ രണ്ടും ചില പ്രത്യേക ഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ചില പ്രത്യേക ഫെസിലിറ്റികൾക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക പർപ്പസുകൾക്കനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അഡോബ് എക്സ്ഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് എറർ പ്രോബ്ലംസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾ അഡോബ് എക്സ്ഡിയുടെ വിക്കിപീഡിയ പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ April 13, 2021, അതായത് 3 മാസത്തിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റേബിൾ വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്റ്റേബിൾ വെർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സോഫ്റ്റ്വെയർ ആയിരുന്നാലും അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ അതിന് കുറച്ചൊരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിന് ഓരോരോ അതിൻ്റെ പ്രിപ്പറേഷൻസുകൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഓരോ ബഗ് കണ്ടുപിടിക്കുക തുടങ്ങി കുറച്ച് അതിൻ്റെ പിന്നിലുള്ള കുറേ പ്രവൃത്തികളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എററുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അഡോബ് എക്സ്ഡിയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വെർഷൻ റിലീസായിട്ടുണ്ട്. അതിൽ വളരെ മച്ച് ബെറ്റർ എന്നാണ് എക്സ്ഡി അവകാശപ്പെടുന്നത്. ഇനി അഡോബ് എക്സ്ഡിയും ഫിഗ്മയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളൊരു പ്രത്യേകത അഡോബിൻ്റെ പ്രോഡക്റ്റാണ് അഡോബ് XD. സോ നിങ്ങൾ ഓരോ ഡിസൈനേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഡോബ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മൾട്ടിമീഡിയ ടൂളുകളുടെ നിർമ്മാതാക്കളാണ്. അപ്പോൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് ഇല്ലാത്ത ഒരു ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഈ ലോകത്തുണ്ടായിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. കാര്യം അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുകൊണ്ട് തന്നെ അഡോബിൻ്റെ ഒരു പാക്ക്, അഡോബിൻ്റെ ഒരു സോഫ്റ്റ്വെയർ പാക്ക് എല്ലാ ഡിസൈൻ സ്ഥാപനങ്ങളിലും കാണും എന്നുള്ളതാണ് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നത്. കാര്യം ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് അത്രത്തോളം ഡിസൈനേഴ്സിന് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടൂൾസുകളാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഡോബ് XD നിങ്ങൾ പഠിക്കാൻ കുറച്ച് മുൻകരുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കമ്പനി ചെന്നിരുന്നാലും അഡോബ് XDയുടെ ഒരു പെയ്ഡ് വെർഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് സത്യാവസ്ഥയാണ്. ചില കമ്പനികളിൽ അഡോബും അതിനോടൊപ്പം തന്നെ ഫിഗ്മയും കൂടെ പർച്ചേസ് ചെയ്തിരിക്കും. ഈ 2 അഡോബും ഫിഗ്മയും പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഈ 2 നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സൈമൾട്ടേനിയസ്ലി തന്നെ നമുക്ക് 2നും അതിനുള്ള ആക്സസ് കിട്ടും. പക്ഷേ ചില ആവറേജ് കമ്പനികളിലൊക്കെ തന്നെ 2 ലൈസൻസും കൂടെ മേടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില കമ്പനികൾ ഈ 2 സോഫ്റ്റ്വെയറുകളുടെയും കൂടെ പേയ്മെൻറ്റ് നടത്താനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ അഡോബ് മാത്രം പർച്ചേസ് ചെയ്യുകയും അപ്പോൾ അഡോബിൻ്റെ ഒരു ക്രിയേറ്റീവ് ക്ലൗഡിലൂടെ ഈ എല്ലാ ആപ്ലിക്കേഷൻസുകളും കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അഡോബ് XD യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സെൻസിൽ പറയുകയാണെങ്കിൽ അഡോബ് XD പഠിക്കുന്നതുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. മാത്രമല്ല അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ കൈവയ്ക്കാത്ത ഒരു ഡിസൈനറും ലോകത്ത് കാണത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അഡോബ് ഫോട്ടോഷോപ്പ് അഡോബിൻ്റെ പ്രോഡക്ട്സുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർക്ക് അഡോബ് XDയിൽ വളരെ പെട്ടെന്ന് കയറി പറ്റാൻ പറ്റും. അതിൻ്റെ ടൂൾസുകളായിരുന്നാലും അതിൻ്റെ സ്ട്രക്ചർ ആയിരുന്നാലും ഒക്കെ തന്നെ ഏകദേശം നമുക്ക് അഡോബിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ ആയതുകൊണ്ട് ആ ഒരു ടച്ച് അവിടെ ഉള്ളതുകൊണ്ടും അഡോബ് XD പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക്, പുതിയതായിട്ട് UI ഡിസൈനിങ്ങിൽ വരുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സിനും എല്ലാം അഡോബിൻ്റെ ഒരു പാക്ക് എന്ന നിലയിൽ അല്ലെങ്കിൽ അഡോബിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ അഡോബ് XDക്ക് കൂടുതൽ പ്രയോറിറ്റി ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണ് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇത് 2ഉം യൂസ് ചെയ്യുമെങ്കിലും ഞാൻ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്, കുറച്ചും കൂടെ ഞാൻ ഒരു അഡോബ് XDയുടെ ഫാനാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് ടൂളുകളും പർപ്പസ് അനുസരിച്ച് നമുക്ക് മാറി തിരിഞ്ഞ് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഏത് ടൂൾ കിട്ടിയിരുന്നാലും അത് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ടൂളും കണ്ടു കഴിഞ്ഞാൽ അത് കൊള്ളില്ല, അത് കൊള്ളാം എന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. കാരണം പല പല കമ്പനികളിലും നമ്മൾ പോകുമ്പോൾ പല പല സോഫ്റ്റ്വെയറുകളും പല പല ഡിസൈൻ എലമെൻസുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ടൂൾ കിട്ടിയാലും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് ടൂൾസുകളും നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്ത് ശീലിക്കുക. അഡോബ് XD പഠിച്ചവർക്ക് ഫിഗ്മയിലേക്ക് കയറാൻ വളരെ ഈസിയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഫിഗ്മയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അഡോബ് XD ചെയ്യുന്നവർക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ടൂൾസുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റും. പിന്നെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ബേസ്മെൻറ്റ് അനുസരിച്ചിട്ട് ഒക്കെ തന്നെ ചില ടൂൾസുകളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. ചില കമ്പനികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഗ്മ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഫിഗ്മയിൽ മാത്രം ഫിഗ്മ ക്ലയൻസുകളാണെങ്കിൽ അവർക്ക് ഫിഗ്മയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും, അതിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അതല്ല അഡോബിൻ്റെ പ്രോഡക്ട്സ് ആണ് അല്ലെങ്കിൽ അഡോബിൻ്റെ XDയിലാണ് അവരുടെ ക്ലയൻസുകൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അഡോബ് XDയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ ഓരോ ടൂളുകളും നമുക്ക് പർപ്പസ് അനുസരിച്ച് മാറേണ്ടുന്ന ആവശ്യകതയും ഡിസൈനേഴ്സിനുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടൂളുകളും എൻ്റെ അഭിപ്രായത്തിൽ വളരെ ടോപ്പായിട്ടുള്ള ടൂളുകളാണ്, വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുകളാണ്. രണ്ടിൽ നിന്നും ഒരു കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പറയാനേ ഇല്ല. അത്രത്തോളം രണ്ട് ടൂളുകളും ടോപ്പായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ടൂളുകളും പഠിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവുക, നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ അഡോബ് XD ഞാൻ കുറച്ചുകൂടെ പ്രയോറിറ്റി പറയാൻ കാരണം അഡോബ് XDയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അഡോബ് XD പഠിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്ക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൂളാണെന്ന് പറയുന്നത്. അപ്പോൾ അഡോബ് XD പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് UI ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് ഫിഗ്മയിലേക്കും കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൂളുകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ട് ടൂളുകളും നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ ഒരു അനന്ത സാധ്യത മാക്സിമം മനസ്സിലാക്കിക്കൊള്ളുക. അഡോബ് XDയിലും ഫിഗ്മയിലും നിങ്ങളുടെ എത്രത്തോളം നോളജുകൾ കരസ്ഥമാക്കാവോ, അത് ഡിസൈനിങ്ങിലായാലും പ്രോട്ടോടൈപ്പിലായാലും ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം നോളജുകൾ കരസ്ഥമാക്കാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിലേക്കാണോ ജോബിന് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കമ്പനിയിൽ അവർക്ക് ആപ്റ്റായിട്ടുള്ള ടൂൾസിനനുസരിച്ച് നിങ്ങൾക്കും അവിടെ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ടൂളുകളുടെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പാരിസൺസ്, അതായത് എനിക്ക് അഡോബ് XD ഇഷ്ടമല്ല ഇന്ന കാരണത്താൽ, എനിക്ക് ഫിഗ്മ ഇഷ്ടമല്ല ഇന്ന കാരണത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടേതായ കുറേ ഫീഡ്ബാക്കുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സെൽഫായിട്ട് പറയാനുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ഇത് ചൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്പ് ആയേക്കാം. എനിവേ ഒരു എക്സ്പീരിയൻസ്ഡ് വ്യക്തി എന്ന നിലയിൽ മാത്രം ഞാനിപ്പോൾ പറയുന്നത് മാത്രം നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഇനി പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് മറ്റു പല പെർസ്പെക്റ്റീവിലൂടെ നിന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഫീഡ്ബാക്കും അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായിരുന്നാൽ തന്നെയും ഇവിടെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.